ദൈവവചനത്തിന്റെയും ദൈവസ്തുതികളുടെയും വിഭവങ്ങളുമായത് നിങ്ങൾക്കായി ഇവിടെ ഞങ്ങൾ ഒരുക്കുന്ന തിരുവിരുന്ന്. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമാണോ നിങ്ങൾക്ക്? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന എന്തിനെ കുറിച്ചാ? സമയമില്ല അല്ലേ? സ്കൂളിലായാലും വീട്ടിലായാലും, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ പപ്പയും മമ്മിയും നിങ്ങളോട് ഒരു കുഞ്ഞു സഹായം ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ സമയമില്ല അല്ലേ? അപ്പോൾ സമയമില്ല എന്ന് പറയാം. എന്തിനാ? നമുക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമ്മൾ സമയമില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഈ സമയത്തെക്കുറിച്ചൊന്ന് ആഴമായി പഠിച്ചാലോ? പഠിക്കാം. ഇനി നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പം ഇന്ന് നമുക്ക് ഒരു ചെറിയ കളി കളിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കാം. ഓക്കെ? പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ കളി. കളിക്കാനായി ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്കൊരു കളി കളിച്ചാലോ? എന്താ, റെഡിയല്ലേ? നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ ഈ ഗെയിമിന് വേണ്ടിയിട്ട് സിസ്റ്ററിന് 4 പേര് വേണം. ആര് 4 പേര് ഈ ഗെയിം കളിക്കാൻ ഓടി വരുന്നേ? ഓരോരുത്തരും ഓരോ ബൗളിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഗെയിംസ് എത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിൽ ഓരോ ഗ്ലാസ്സിലും 25 കോയിൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ എടുത്തിട്ട് നിങ്ങൾ ഈ ഗ്ലാസ്സിന് മുകളിൽ, സിസ്റ്റർ കാണിച്ചു തരാം. ഒരു കോയിൻ എടുത്ത് ഗ്ലാസ്സിൽ വെക്കുന്നു. സിസ്റ്റർ റെഡി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോയിൻ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞിട്ട് ഗ്ലാസ്സിൽ പിടിക്കണം. എന്നിട്ട് ഈ കിട്ടുന്ന കോയിൻസ്, ഏതൊക്കെ കോയിൻസാണോ ഗ്ലാസ്സിൽ പിടിക്കുന്നത്, ആ കോയിൻസ് എടുത്ത് ഈ ബൗളിലേക്ക് നിങ്ങൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, 1 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി തരും. ഇനി നമ്മൾ ഈ കളി കളിക്കുന്നതിന് മുമ്പ് മോനെ എത്ര കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? 1 മിനിറ്റ് ഉണ്ട്. 2. മോൻ എത്ര കോയിൻസ് 1 മിനിറ്റ് കൊണ്ട് എത്ര കോയിൻസ് പറ്റും? 2 പറ്റും. മോൾക്കോ? 1 കോയിന് 1 മിനിറ്റ് ഉണ്ട്. മോൾക്ക് എത്ര? 1 മിനിറ്റ് കൊണ്ട് 3 കോയിൻസ്. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലർ 2 കോയിൻസ് മാത്രം, 1 മിനിറ്റ് കൊണ്ട് 2 കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ബാക്കി ചിലർ 1 കോയിൻസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കളി തുടങ്ങിയാലോ? റെഡിയല്ലേ? ഓക്കെ, സോ 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഓരോരുത്തർ അവരുടെ കോയിൻസ് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ബൗളിലുള്ള കോയിൻസ് മാത്രം എണ്ണിയാൽ മതി. ഇവരും കൂടി എണ്ണി. ഓക്കെ, ഇനി മോൻ എത്ര കോയിൻസ് കിട്ടിയേ? 21 കോയിൻസ് കിട്ടി. മോൻ എത്ര കോയിൻസ്? 20. നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, മോൾക്ക് എത്ര കോയിൻസ് കിട്ടി? 13. 15. അപ്പം നിങ്ങൾ കോയിൻസ് നമ്പർ കേട്ടല്ലോ എത്ര എണ്ണം. ഇനി നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ ഇവർക്ക്? ഇത്ര നന്നായി കളിച്ചേന്. ഇനി മോൾക്ക് ഈ കളി കളിച്ചപ്പോൾ എന്താ തോന്നിയേ? എനിക്ക് ഇങ്ങനെ സമയം പോയി പേടിയുണ്ടായിരുന്നല്ലേ? എന്ത് സംഭവിക്കും? മോൾക്ക് എന്നാ ഫീൽ ചെയ്ത് ഈ കളി കളിച്ചപ്പം? എനിക്ക് ആദ്യം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ മെല്ലെ കൈയൊക്കെ തിരിച്ചു പിടിച്ചിട്ടൊക്കെ ചെയ്തു നോക്കി. അന്നേരം കിട്ടി. വേറെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കി, അന്നേരം മോൾക്ക് ചെയ്യാൻ സംഭവം. മോൻ എന്താ തോന്നിയത് കളിച്ചപ്പം? എനിക്ക് ആദ്യമേ കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ലായിരുന്നു. കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി മോൻ ഈ കളിയിലൂടെ എന്താണ് മനസ്സിലായത്? ഞാൻ ആദ്യമൊക്കെ കളിച്ചപ്പോൾ എനിക്ക് കുറേ പോയി, പിന്നെ കളിച്ചു വന്നപ്പോൾ എല്ലാം വീണു. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഒരു നല്ലൊരു കയ്യടി കൊടുത്ത് കളിച്ചതിന് നിങ്ങൾ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ആദ്യം ഇവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? എത്ര കോയിൻസ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു? 1 മിനിറ്റ് കൊണ്ട്
ഒന്നോ രണ്ടോ എന്നവർ ഇങ്ങനെ മടിച്ചു പറഞ്ഞു. പക്ഷേ കളിച്ചപ്പോഴോ 21 കിട്ടി അല്ലേ? അപ്പോൾ അവർ ആ സമയം അവർക്കറിയുന്നു കുറച്ച് സമയമുള്ളെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ വേഗത്തിലേക്കൊക്കെ അത് ആക്കി. അപ്പോൾ അവർ ടൈം അവിടെ അവർ കീപ്പപ്പ് ചെയ്തു അല്ലേ? അവരുടെ മനസ്സിലൂടെ അവർക്ക് ഫീൽ ചെയ്തു ഞങ്ങൾക്ക് 1 മിനിറ്റേ ഉള്ളൂ, 1 മിനിറ്റ് കൊണ്ട് എനിക്ക് പറ്റുന്ന അത്ര എനിക്ക് ചെയ്യണമെന്ന് ഒരു ആത്മവിശ്വാസം അവർ ഉള്ളിൽ വന്നപ്പം ആ സമയം അവർക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റി അല്ലേ? ഈ കളിയിലൂടെ നമുക്ക് മനസ്സിലായി ദൈവം നമുക്ക് 24 മണിക്കൂർ തരും അല്ലേ? ഈ 24 മണിക്കൂർ ഏത് രീതിയിലേക്ക് മാനേജ് ചെയ്യണമെന്നും അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഈ കളിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, വഴിയും സത്യവും ജീവനുമായ മിശിഹായെ ലോകത്തിലേക്ക് തന്ന പിതാവായ ദൈവം എത്ര നല്ലവനാണല്ലേ! എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ നല്ല ദൈവത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനുമായി ഈ സെഗ്മെന്റ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ ഗെയിമിലൂടെ പഠിച്ചു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഒത്തിരി ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മൾ സമയം ക്രമീകരിക്കാൻ പഠിക്കുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാറുണ്ടല്ലേ? എന്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ? ഓരോ ദിവസം പ്രഭാതത്തെ നമ്മൾ എഴുന്നേറ്റ് രാത്രി വരെ നമ്മൾ പല പണികൾ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? പഠിക്കാറുണ്ട്, പിന്നെ കളിക്കാറുണ്ട്, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയും കൂടി നമ്മൾ ക്രമപ്പെടുത്താനുണ്ട്. സമയത്തിൻ്റെ ഒപ്പം തന്നെ സമയം അനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ക്രമപ്പെടുത്താം. അപ്പോൾ അതിന് സിസ്റ്റർ നമുക്കൊരു ചെറിയ കാര്യം ചെയ്ത് നോക്കാം. നിങ്ങളിൽ 2 പേര് വന്നാൽ നമുക്കത് ചെയ്യാം. സിസ്റ്ററിനെ സഹായിക്കാൻ ആര് 2 പേരാണ് വരുന്നത്? പോന്നോ, എഴുന്നേറ്റോ. അപ്പോൾ ഇവിടെ സിസ്റ്റർ കുറേ ചാർട്ട് പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട, ഇതിൻ്റെ ഏറ്റവും വലിപ്പം അനുസരിച്ച് തുടങ്ങാം കേട്ടോ. വലിപ്പം അനുസരിച്ച് ഈ ട്രയാങ്കിളിൻ്റെ താഴെ നിന്ന് ഒട്ടിച്ച് മുകളിലോട്ടേക്ക് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ചെയ്താലോ? ഓക്കെ, തുടങ്ങിക്കോ. ആദ്യമേ ആ ഗമ്മ ഊരണം, എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. നിങ്ങൾ 2 പേരും കൂടി പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഓക്കെ, അടുത്തടുത്ത് ഏറ്റവും വലുത്. തിരിച്ച് Okay. Okay, fine. Okay. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തേ. നന്നായി ചെയ്തില്ലേ? പോയിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബോർഡിലേക്കൊന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആദ്യത്തെ ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇവിടെ പ്രേയർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോ ഡ്യൂട്ടീസ് ടു പേരൻസ്. അതിൻ്റെ മുകളിലോ റിലേഷൻഷിപ്പ്. ഓക്കെ, പിന്നെ സ്റ്റഡി, വർക്ക്, റെസ്റ്റ്, ഹോബീസ്, പ്ലേ, മീഡിയാസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലാണ് പ്രേയർ വെച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും മക്കളും ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ആവശ്യമുള്ള അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളൊരു സംഭവമാണ് പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ഒരിക്കലും മുന്നോട്ട് നമ്മളെ നയിക്കുകയല്ല. നമുക്ക് ഒരിക്കലും ഒരു ലക്ഷ്യബോധത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. ഇനി നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലോ, ഈശോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വചനം എന്താ പറയുന്നത്? ഈശോ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈശോ മലമുകളിൽ പോയി തൻ്റെ പിതാവിനോട്
പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ഈശോ എല്ലാ ദിവസവും രാവിലെ ചെയ്തു. 1-2 ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ ഈശോ എഴുന്നേറ്റ് മലമുകളിലേക്ക് കയറി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. ഇനി എന്താ ഈശോ പ്രാർത്ഥിക്കണേ? എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെലവഴിക്കേണ്ടത്, അല്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈശോ പിതാവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. രോഗികളെ സുഖപ്പെടുത്തുന്നതും അത്ഭുതങ്ങൾ നടത്തുന്നതും എല്ലാം ഈശോ ചെയ്യുന്ന പിതാവിനോട് ചോദിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ ഒരു ദിനം തുടങ്ങുന്നത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ ഇത് വരും, ബൈബിൾ വായനയും വരും, നമുക്ക് അനുദിന വിശുദ്ധ ബലിയുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന. പിന്നെ വരുന്നതാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് ബഹുമാനം വേണം, അല്ലേ? 10 കൽപ്പനയിൽ 4ാമത്തെ കൽപ്പന ഏതാ? മാതാപിതാക്കളെ ബഹുമാനിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ വേറെ പല കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലേ? നമ്മുടെ അയൽവക്കത്തിലുള്ള, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ ഇതിനൊക്കെ നമ്മളിങ്ങനെ ക്രമപ്പെടുത്തി വരുമ്പോൾ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ്, അതിനൊപ്പം നമ്മുടെ പഠനം, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ, പിന്നെ മറ്റ് നമ്മുടെ ഹോബീസ് ഉണ്ട്, അല്ലേ? നമുക്ക് കുഞ്ഞു ദൈവം കുറേ കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പം പക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് സമയം ഇല്ല എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ്. കാരണം എന്താണ്? നമ്മുടെ അനുദിനം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തുന്നില്ല, അതുകൊണ്ടാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിൻ്റെ മുമ്പിലിരുന്നോണ്ടാ? ടിവിയുടെ മുമ്പിൽ ഇരുന്നുണ്ടല്ലേ? ടിവിയുടെയും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ മുമ്പിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പഠിക്കാനുള്ള സമയം പോകുന്നു, പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അങ്ങനെ ആകെ എല്ലാം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കും, അല്ലേ? പക്ഷെ അതേ സമയത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ 24 മണിക്കൂർ നമുക്കൊന്ന് ക്രമപ്പെടുത്തി ആദ്യമേ ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ അവസാനം നമ്മൾ എവിടെ എത്തും? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ പോലും കാണുന്നത്, അല്ലേ? പ്രാർത്ഥനയിൽ തുടങ്ങി നമ്മൾ പോയി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ ലക്ഷ്യം ഏതാ? സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അതിൽ മീഡിയ ദൈവം തന്ന ഒരു കൃപയും കൂടിയാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതും കൂടി നമ്മൾ വേണ്ട രീതി ഉപയോഗിച്ച് നമുക്ക് ഈശോയിലേക്ക് എത്താൻ പറ്റും. ഈ ഓരോ ദിവസം ഈശോ തരുന്ന 24 മണിക്കൂറിലൂടെ അനുദിനം നമുക്ക് ഈശോയിലേക്കും കൂടി വളരാൻ പറ്റും. ഇനി നമുക്കൊരു ചെറിയൊരു കഥ കേൾക്കാം, ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇച്ചിരി കൂടി ആഴമായി മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലേ? കഥ ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഓക്കെ. ഒരു ദിവസം ഒരു രാജാവും പിന്നെ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു മനുഷ്യൻ ആ രാജ്യത്തിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഇയാളിങ്ങനെ അതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് എന്നെ എന്തെങ്കിലും ഒരു പണി ചെയ്താൽ പോരെ, എന്തെങ്കിലും ഒരു പണി ചെയ്തുകൂടെ, ഇല്ല എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആരും ജോലി തരാറില്ല. ഇനി ഞാൻ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോയാൽ ആരെങ്കിലും എന്നെക്കുറിച്ച് പോയി കുറ്റം പറയും, ഇവനൊന്നും ചെയ്യല്ല, കട്ടെടുക്കുമെന്ന് പറഞ്ഞ് ഇവനെക്കുറിച്ച് ഒത്തിരി പരാതിയുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ശരി പോട്ടെ, കുഴപ്പമില്ല, നീ ഇന്നത്തെ ദിവസം എൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് അവിടെ കൊട്ടാരത്തിൽ കയറിയിട്ട് അവിടെ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. എന്ത് വേണമെങ്കിലും നിനക്ക് കൊട്ടാരത്തിൽ കാണുന്ന എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയല്ല എന്ന് പറയും. നിനക്ക് എടുക്കാൻ പറ്റിയല്ല, അതിന് മുമ്പ് ആവശ്യമുള്ള എല്ലാം എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി, അല്ലേ? ഒരു ജോലിയും ചെയ്ത സംഭവം എല്ലാം കിട്ടും. അപ്പോൾ ഇവൻ എന്താ ചെയ്തു? വീട്ടിൽ ഓടി ചെന്നിട്ട് ഇവൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഇവൻ പോയി പറഞ്ഞു, അതുകൊണ്ട് രാജാവ് നമുക്ക് ഇത്രയും വലിയൊരു ഓഫർ തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇവിടെ നിൽക്കൽ ഓടിച്ചെല്ലാം, എനിക്ക് നിങ്ങൾക്ക് പറ്റുന്ന അത്രയെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ശരി ഞാൻ ഇപ്പം തന്നെ പക്ഷേ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് ഇച്ചിരി ഭക്ഷണം തരാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ ഓടിച്ചെന്ന് കിച്ചണിൽ പോയിട്ട് കുറച്ച് ചോറും കറിയെല്ലാം എടുത്തുകൊണ്ടുവന്ന് ആർക്ക് കൊടുത്തു? ഈ മനുഷ്യനും കൊടുത്തു, അല്ല ഇയാൾക്കെല്ലാം കൊടുത്ത് പറഞ്ഞു, എന്നാൽ ശരി ഇനി പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അയാൾ വലിയ കവറും ബാഗും എല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവാ? കൊട്ടാരത്തിലേക്ക് പോവാണ്, അല്ലേ? അപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് ഇയാളിങ്ങനെ യാത്ര ചെയ്തപ്പം കുറച്ച് നടന്ന് അങ്ങ് ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇയാൾ മടുത്തു. അപ്പോൾ ഒരു മരം, നല്ലൊരു മരം കണ്ടൊരു തണലത്തുള്ളൊരു മരം കണ്ടിട്ട് അവിടെ പോയി എന്ത് ചെയ്തു? എന്നാൽ ശരി ഇത്ര നടന്നില്ലെന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് പറഞ്ഞ് അയാളവിടെ കടന്നപ്പോൾ എത്ര നേരം ഉറങ്ങിപ്പോയി? 3 മണിക്കൂർ അയാൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഓൾറെഡി വൈകുന്നേരമായി, അല്ല ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇയാളൊരു ഇഷ്യൂ, എനിക്കിനി കുറേ ദൂരം പോകണത്. ഇയാൾ പെട്ടെന്ന് നടക്കുക. പക്ഷെ നടന്ന് ഇയാൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സൂര്യൻ അസ്തമിച്ചു. ഇനി അയാൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചേ? സമയം നിയന്ത്രിക്കാനും സമയം മാനേജ് ചെയ്യാനും ഇയാൾക്ക്
പറ്റിയില്ല അല്ലേ? അപ്പം എന്ത് സംഭവിച്ചു? ഇത്രയും വലിയ കിട്ടിയ ഒരു ഓഫർ അയാൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജീവിതം നമുക്കറിയാം. നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം ഇന്ന് വളരെ സ്പീഡിലാണ് പോകുന്നത് അല്ലേ? അവർ പെട്ടെന്ന് കാര്യങ്ങൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനൊപ്പം നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നിയന്ത്രിക്കാൻ പഠിക്കണം? നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കണം അല്ലേ? എങ്ങനെ നമ്മുടെ സമയം ദൈവം തന്ന 24 മണിക്കൂർ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാനും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓരോ ദിവസം പഠിക്കണം അല്ലേ? ഇന്ന് കിട്ടിയ ഈ സമയം നമുക്ക് നാളെ കിട്ടുമോ? ഇല്ല. അപ്പം ഇന്ന് ഈ ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. ഇനി അത് നാളെ നമുക്ക് കിട്ടുക. നാളെ പുതിയൊരു സമയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ കൂടുതൽ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഇച്ചിരി കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മുടെ സമയം ദൈവം നമുക്ക് തന്ന സമയം നമ്മുടെ ആരോഗ്യമൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഇനി മുതൽ പരിശ്രമിച്ചാലോ? നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവം തന്ന സമയം ഇച്ചിരി കൂടി ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അല്ലേ? അപ്പം നമുക്ക് ഇനി നമ്മളുള്ള ജീവിതത്തിലൊക്കെ ഒരു നല്ലൊരു ടൈം ടേബിൾ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ നമ്മൾ ബോർഡിൽ കണ്ടുപോലെ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നേടാനും പറ്റും. പല കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരു ലക്ഷ്യബോധത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം നിങ്ങളൊരു ടൈം ടേബിൾ ഇനി മുതൽ പരിശ്രമിക്കുകയല്ലേ? പഠിക്കാനും കളിക്കാനും എല്ലാത്തിനും സമയം കണ്ടെത്തിയല്ലേ? ദൈവകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരായ നാം എത്രയോ മനോഹരമായിരിക്കുന്നു അല്ലേ? ഈ ജീവിതം ദാനമായി നമുക്ക് നൽകിയ നല്ല ദൈവത്തെ ആടിയും പാടിയും നമുക്ക് സ്തുതിച്ചാലോ? അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കേട്ടതുപോലെ സ്പീഡായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോൾ ഈ ഓട്ടത്തിൽ നമുക്ക് അവരൊപ്പം എത്തണ്ടേ? നമുക്കൊരു ടൈം മാനേജ്മെന്റ് വേണ്ടേ? അപ്പോൾ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും ഇന്ന് നമ്മൾ ഓടുന്ന ഈ ലോകത്തിൻ്റെ ഒപ്പം ഓടാനും നമുക്കൊരു പാട്ടിലൂടെ ഓടിയാലോ? പാടാം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞു തരും, നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ 1 2 3 സ്റ്റാർട്ട്. കാലമിത് കാലം സ്പീഡായൊരു കാലം. പഠിക്ക്. കാലമിത് കാലം സ്പീഡായൊരു കാലം. മിസ്കോളടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ, സെൽഫി എടുത്താലും സെൽഫിഷാകല്ലേ, മിസ്കോളടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ. സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ലപടി സേ, വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച്, കറങ്ങിത്തിരിഞ്ഞ് വൈറസാകല്ലേ, കുടിച്ചും പുകച്ചും മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ലപടി സേ, വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച്, കറങ്ങിത്തിരിഞ്ഞ് വൈറസാകല്ലേ. ജീവിതം
നമ്മൾ നമ്മുടെ പപ്പയും മമ്മയും അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല നമ്മുടെ പപ്പയും മമ്മിയും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമാണ് ഉള്ളത്.